വെടിനിർത്തൽ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലും ഇറാൻ നിരന്തരം യുഎഇയിലേക്ക് എന്തിനാണ് ആക്രമണങ്ങൾ നടത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വലിയ സംശയങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചോദിക്കപ്പെട്ടതാണ്. അന്താരാഷ്ട്ര മീഡിയകൾ ഇതിന് വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്തതുമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. അമേരിക്ക മറ്റ് കപ്പലിനെ ആക്രമിക്കില്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയവും സോൾവ് ആയിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. ആക്രമണം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ്റെ ഭൂപ്രദേശത്തേക്ക് ഈ ഒരു കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ഒരു ആക്രമണം നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഭൂപ്രദേശത്തിൽ നിന്ന് ഇസ്രായേലിനോ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെയോ അങ്ങനെ ആക്രമണം നടന്നിട്ടില്ല. പക്ഷേ ഹോർമുസ് കേന്ദ്രീകരിച്ച് ആക്രമണം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലെല്ലാം യുഎഇയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരം ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അവരുടെ അതായത് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ച ആണ് എന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, അവിടെ റിഫൈനറി കേന്ദ്രീകരിച്ചുകൊണ്ടും മറ്റുള്ള യുഎഇയുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിൽ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് യുഎഇയിൽ ഇസ്രായേൽ സൈന്യമുണ്ട് എന്ന തരത്തിലാണ്. സൈന്യം മാത്രമല്ല, അവരുടെ ആയുധ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നിരന്തരം അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയോ അതല്ലെങ്കിൽ അവിടെ സുരക്ഷിത ഇടമായിട്ട് മാറ്റുകയോ ചെയ്തിട്ടുണ്ട്. അഥവാ ഇസ്രായേലിൻ്റെ പരമപ്രധാനമായിരിക്കുന്ന ആയുധ ശേഖരത്തിൻ്റെ ഒരു ഭാഗമായി യുഎഇയെ മാറ്റിയിട്ടുണ്ട് എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് റിപ്പോർട്ട് വരുന്നത്. ഇതിന് ഈ കാര്യത്തിന് ബലം കിട്ടുന്ന ഒരു പ്രവൃത്തി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ നടന്നിരുന്നു. അഥവാ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം യുഎഇയിൽ സ്ഥാപിക്കപ്പെട്ടു. സ്ഥാപിച്ചത് യുഎഇ സ്ഥിരീകരിച്ചു. അതിന് അവരുടെ ഇസ്രായേൽ സൈനികർ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. യൂണിഫോം ധരിച്ച ഇസ്രായേൽ സൈനികർ അവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടൊക്കെ പല മാധ്യമങ്ങളും പുറത്തു വിടുകയും ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനം അവിടെ സ്ഥാപിച്ചത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം മറ്റൊരു രാജ്യത്ത് സ്ഥാപിക്കപ്പെട്ടത്. ഇതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അമേരിക്ക അത് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക കൊടുത്തിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷെ അത് സ്ഥാപിക്കപ്പെട്ടതല്ല, വിൽപ്പന നടത്തിയ പോലെ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്ത പോലെ ഒന്നിന് പകരം ഒന്നായിട്ട് കൊടുക്കുക മറ്റോ ചെയ്തതാണ്. യുഎഇയിൽ അങ്ങനെയല്ല. യുഎഇയിൽ സ്ഥാപിച്ചു, അതിൻ്റെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു, ഇറാൻ്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കേണ്ട രീതിയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ റൂട്ടിലൂടെ പോകുന്നു. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ യുദ്ധത്തിലേക്ക് ഇറങ്ങണം, കളത്തിലിറങ്ങണം എന്ന് തന്നെയാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ആക്രമണം നടന്നു കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ അടുത്തുനിന്ന് ഒരാക്രമണം ഇറാന് നേരെ നടന്നു കഴിഞ്ഞാൽ പിന്നീട് അനിയന്ത്രിതമായ രീതിയിലുള്ള തിരിച്ചടി ഇറാന് നടത്താൻ വേണ്ടി സാധിക്കും. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും ഇറാൻ്റെയും മാത്രം പ്രാദേശിക വിഷയം പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകമായ രീതിയിൽ ഇസ്രായേലിന് റോളൊന്നുമില്ല. ഇസ്രായേൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങൾക്ക് ഈ അക്രമത്തിൽ, അതായത് അമേരിക്ക ഇറാൻ്റെ സൈനിക കപ്പലിന് നേരെ ആക്രമണം നടത്തി ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. അങ്ങനെ അവർ തമ്മിലുള്ള സംഘർഷാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ ഒരു നോട്ടപ്പുള്ളിയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അക്രമ കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അലയേറ്റപ്പെടാൻ താല്പര്യത്തിലാണ് ഇപ്പോൾ ഇറാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ യുഎഇയെ സംബന്ധിച്ചിടത്തോളം ഇറാന് നേരെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടോ മറ്റോ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ വലിയ വ്യാപകമായ രീതിയിൽ ഈ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്കയും ഇസ്രായേലിനെ ആശ്രയിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ സൈനികരും ഇസ്രായേലിൻ്റെ ആയുധങ്ങളും അവരുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെല്ലാം ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമിക്കുന്നത് എന്ന തരത്തിലാണ്. ഇസ്രായേലിനെയും ഇസ്രായേലിൻ്റെ സൈനികരെയും അതിൻ്റെ സംവിധാനത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ട് യുഎഇയിലേക്ക് ആക്രമണം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് പ്രഹരമുണ്ടായാൽ ഉറപ്പായിട്ടും അവർ തിരിച്ചടിക്കും. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി തന്നെ യുഎഇയിൽ നിന്ന് ഇറാന് നേരെ തിരിച്ചടിക്കുന്നുണ്ട് എന്ന് ഇറാൻ വീണ്ടും ആവർത്തിച്ചു. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ് നടക്കുന്നത്. ആധിപത്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം അമേരിക്ക നടത്തുന്നു. ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം അവർ നടത്തുന്നു. അപ്പോൾ അതിൻ്റെ മുൻപിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകുന്നു. പക്ഷേ ലോകത്തിൻ്റെ മുൻപിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അവർ ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്തിൻ്റെ മുൻപിൽ തോറ്റുപോരുക എന്ന് പറയാൻ വലിയ പ്രയാസം, വലിയ സങ്കടകരമാണ്. അതിജീവിക്കാൻ വേണ്ടി എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളൊക്കെ സ്വീകരിക്കുകയാണ്. അതിനോടനുബന്ധിച്ചാണ് ഇറാൻ്റെ എണ്ണക്കപ്പലുകൾ പുറത്തോട്ട് പോകുന്ന സമയത്ത് അറേബ്യൻ കടലിൽ വെച്ച് തങ്ങൾ തടിയുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടിലധികമോ കപ്പലുകൾ ഇന്നലെ തന്നെ
ഈ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. അതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ അവരുടെ അറേബ്യൻ കടലിലുള്ള അമേരിക്കൻ കപ്പലിന് വരെ വിമാനവാഹിനി കപ്പലിന് നേരെ ആക്രമണം നടത്തി. അതിൽ വിമാനങ്ങൾക്ക് തീപിടിച്ചു, വിമാനം തകർന്ന് കത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും അത് കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധം ഒരു ഭാഗത്ത് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് സമാധാന ശ്രമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് ഞങ്ങൾ വ്യതിചലിച്ചിട്ടില്ല, അതിപ്പോൾ നിലനിൽക്കുന്നു. അപ്പോൾ ഇറാന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് അവർ പാലിക്കപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെടിനിർത്തൽ നീട്ടിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കും എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയം തീർക്കാൻ വേണ്ടി 10 മിനിറ്റോളം അവർ പറയുന്ന 1-2 കാര്യങ്ങൾ അംഗീകരിച്ച് തീരാവുന്ന വിഷയമുള്ളൂ. പക്ഷേ അതല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥായിയായ ഒരു നിലനിൽപ്പ് ഇവിടെ വേണം. ഹോർമുസ് എന്ന് പറയുന്ന കടൽ ആണവ ബോംബിനേക്കാൾ ശക്തിയുള്ളതും കരുത്തുള്ളതുമാണ്. അത് കുറഞ്ഞ ദിവസത്തിനിടെ തെളിയിക്കാൻ വേണ്ടി സാധിച്ചു. ഞങ്ങൾക്ക് ഈ കടലിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, അതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ മേഖല കടന്നുകൊണ്ട് ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും കപ്പലുകൾ നീങ്ങുന്നു എന്നുള്ളതും അത് തടയപ്പെട്ടാൽ അതിൻ്റേതായിരിക്കുന്ന ഭവിഷ്യത്ത് ലോകം മുഴുവനും ഉണ്ടാവും എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ അമേരിക്കൻ്റെ മാർക്കറ്റിൽ പോലും പെട്രോളിയത്തിനും ഡീസലിനും വില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതാണ് ഇതിൽ പറയുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം. അപ്പോൾ ഇതുവരെ, അതായത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് വരെ ഇതിൻ്റെ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പൂർണ്ണമായ രീതിയിൽ ഈ അന്താരാഷ്ട്ര പാതയുടെ ഭാഗമായിട്ടുള്ളതാണ്. അത് UN സഭ 1949 അതിന് മുൻപോ അംഗീകരിക്കപ്പെട്ട ആ കരാർ പത്രത്തിൽ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹോർമുസ് എന്ന് പറഞ്ഞാൽ ആ കടലിടുക്ക് അന്താരാഷ്ട്ര പാതയാണ്, അതിൽ പ്രത്യേകമായ രീതിയിൽ ആർക്കും അവകാശമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന തരത്തിൽ അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇന്നിപ്പോൾ ഇറാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചു, ആത്മീയ നേതാവിനെയും സ്കൂൾ കുട്ടികളെയും അടക്കം ഒരുപാട് ആളുകളെ അമേരിക്കയും ഇസ്രായേലും കൊലപ്പെടുത്തി, തങ്ങളുടെ ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടു. 2025 ആക്രമണം ഉണ്ടായി, 2026 ആക്രമണം ഉണ്ടായി, 2027 ആക്രമണം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് തകർന്നിരിക്കുന്ന തങ്ങളുടെ മേഖല തകർന്നിരിക്കുന്നതിനാൽ അത് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം. അതോടൊപ്പം തന്നെ ഹോർമുസ് കടൽ പൂർണ്ണമായ രീതിയിൽ തങ്ങളുടേതാണ് എന്ന് ലോകം അംഗീകരിക്കുകയുമാണ്. ഇത് പ്രധാനമായിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് 2ാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ആദ്യം തന്നെ ആ ചർച്ച ചെയ്താൽ ഇതെവിടെ എത്തൂല എന്ന് തന്നെ ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമ്പുഷ്ട യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യം അത് കൈമാറ്റം ചെയ്യണം എന്നുള്ള അമേരിക്കയുടെ നിലപാടിനെ ഇപ്പോഴും ഇറാൻ എതിർക്കുന്നു. തങ്ങളുടെ രാജ്യത്ത് തങ്ങളുടെ രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട വസ്തു മറ്റൊരു രാജ്യത്തിന് നൽകണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? ആണവായുധം ഇറാൻ്റെ കൈവശത്തിൽ മാത്രമാണോ ഉള്ളത്? അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ലോകത്തിൽ ഇത്ര രാജ്യങ്ങൾക്കുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ അത് മാറ്റണമെന്നും അത് ഒഴിവാക്കണമെന്നും നിങ്ങൾ പറയുകയാണ്. അപ്പോൾ നടക്കാത്തൊരു സംഭവത്തെക്കുറിച്ചാണ് നിങ്ങൾ വീണ്ടും നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതൊന്നും തങ്ങൾ അംഗീകരിക്കുന്ന വിഷയമല്ല. അപ്പോൾ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവകാശം പൂർണ്ണമായി തങ്ങൾക്ക് വേണം. അതോടൊപ്പം തന്നെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾ ഒരാൾക്കും വിട്ടുകൊടുക്കുകയില്ല, തങ്ങളുടെ കൈവശത്തിൽ തന്നെ അതുണ്ടാവും. സമ്പുഷ്ട യുറേനിയം സമാധാന ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ആണവായുധത്തിന് ഒഴിവാക്കി ആണവായുധം നിർമ്മിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. ഇതിൽ തങ്ങളെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ലെങ്കിൽ ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നുമില്ല. ഞങ്ങൾക്ക് ഈ യുദ്ധം തീർക്കണം എന്നൊരു നിർബന്ധവുമല്ല, സ്ഥായിയായിരിക്കുന്ന ഒരു അവസാനം ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വേണം. മാത്രമല്ല ഇപ്പോൾ ഈ എണ്ണ കടലിലേക്ക് ഒഴുക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്ത് കാർഗ് ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ശേഖരിക്കപ്പെട്ട എണ്ണ അത്ര തന്നെ സംഭരിക്കാൻ വേണ്ടി സാധിക്കാത്തതിനാൽ ഇറാൻ അത് കടലിലേക്ക് ഒഴുക്കി വിടുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ആരോപണം. എന്നാൽ ഈ മേഖല, അതായത് സൂക്ഷിക്കപ്പെട്ട മേഖല പൊട്ടി ഒലിച്ചുകൊണ്ടാണ് കടലിലേക്ക് പോകുന്നത്. ഇത് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആകപ്പാടെ പകരും. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അറേബ്യൻ കടലിലേക്കാണ് ഇത് ഒഴുകുന്നത്. ഈ ഹോർമുസ് കടലിൻ്റെ ഭാഗം കഴിഞ്ഞിട്ട് അറേബ്യൻ കടലിലേക്ക് ഒഴുകുന്നു, പിന്നെ അത് മിഡിൽ ഈസ്റ്റിലേക്ക് ചേരുന്നു. അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിങ്ങനെ ഒഴുക്ക് നിന്നിട്ടില്ല. കാര്യം എന്ന് പറയുന്നത് ഈ ഗൂഡോയിൽ എന്ന് പറഞ്ഞ കിണർ, അതിൻ്റെ എണ്ണ നിർമ്മാണ പ്രവർത്തികൾ, അതായത് എണ്ണ അവിടുന്ന് ശേഖരിക്കുന്നത് കൂടുതൽ നിർത്താൻ വേണ്ടി പറ്റില്ല. അത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ കിണർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നിർമ്മിക്കുന്ന സാധനങ്ങൾ വിൽപ്പന നടത്താൻ പറ്റിയിട്ടില്ലെങ്കിലും മറ്റു രാജ്യങ്ങൾക്ക് നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കടലിലേക്ക് ഒഴുക്കുക എന്ന ഒരു പ്രവൃത്തിയാണ് ഇറാൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ആരോപണം. എന്നാൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഉപരോധം പിൻവലിക്കുന്നതിനെക്കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അമേരിക്ക പറയുന്നുണ്ടോ? അതൊട്ടില്ലായിരുന്നു. അവരുടേതായിരിക്കുന്ന റൂട്ടിലൂടെ തന്നെ പോകുന്നു. അതായത് സർവാധിപത്യം കിട്ടുക,
ഇവിടെ മേഖലയിലുള്ള അവകാശങ്ങൾ, അതായത് മേഖലയിൽ മറ്റൊരാൾക്കും ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത വിധം പൂർണ്ണമായിരിക്കുന്ന അധികാരം ഇസ്രായേലിലേക്ക് ഒതുക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ഒതുക്കി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ് കിട്ടി. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഇപ്പോൾ ഒരു അറബ് രാജ്യത്തിന് അടുത്ത കാലത്തൊന്നും വരാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുക്കിയത്. കാര്യം രാജ്യത്തിൻ്റെ പുരോഗതിയും രാജ്യത്തിൻ്റെ ബിൽഡിംഗ് സംബന്ധമായ രീതിയിൽ സാമൂഹ്യപരമായ രീതിയിലൊക്കെ വലിയ വികസനവും വലിയ വിപ്ലവങ്ങളും ഓരോരോ അറബ് രാജ്യങ്ങളും വാശി പിടിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നു. പക്ഷേ അവിടെ പ്രതിരോധ സംവിധാനത്തും സുരക്ഷാ സംവിധാനത്തും അവർ പരാജയമാണ്. കാര്യം ഈ ആയുധപരമായ രീതിയിലോ സൈനികപരമായ രീതിയിലോ ശക്തി സംഭരിക്കാൻ വേണ്ടി ഒരു കാലത്തും അമേരിക്ക അറേബ്യൻ രാജ്യങ്ങൾ അനുവദിച്ചിട്ടില്ല. പല കാര്യങ്ങളും പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അവർ ഒതുക്കിയാണ്. ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ വരുമെന്ന് പോലും അമേരിക്കയുടെ പ്രസിഡന്റ് അറേബ്യൻ രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇതിന് മുമ്പ് റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അപ്പം അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നറിയില്ല. കാരണം ആ തരത്തിൽ ഭീഷണിപ്പെടുത്തി പോലും ഈ ഭരണ സംവിധാനത്തെ ഈ നിലനിർത്തുക എന്നുള്ളത്, അതായത് മറ്റ് ആയുധ കാര്യങ്ങളൊന്നും ചോദിക്കാത്ത ഒരു സംവിധാനം നിർത്തുക. കാരണം നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഞങ്ങളുണ്ട്, എന്തൊരു വിഷയം ഉണ്ടെങ്കിൽ തങ്ങളത് ചെയ്തു തരും എന്നൊക്കെ പറയും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവർക്ക് ഉപരോധം ഉണ്ടെങ്കിൽ ഉപരോധം അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിലവർ വിജയിച്ചു. അവർ ആയുധ ശക്തിയായി, സൈനിക ശക്തിയായി, ബലമുള്ള രാജ്യമായി, ലോകത്തെ വെല്ലുവിളിക്കാൻ മാത്രം കേഡറുള്ള രാജ്യമായിട്ട് ഇറാൻ മാറുകയും ചെയ്തു. ഈ ഒരു പേടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കുള്ളത്. ഒതുക്കാൻ കഴിയുന്നിടത്തോളം ശക്തി സംഭരിച്ചുകൊണ്ട് അവർ ഈ വലിയ രീതിയിൽ തിരിച്ചടിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇപ്പോഴും വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്.